നമസ്കാരം. ഇത് പതിവ് പോലെ ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ അല്ല. ഞങ്ങൾ ഇന്നൊരു യാത്രയിലായിരുന്നു. NH66 ആലപ്പുഴ വഴി കൊല്ലത്തേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ഏതർ ചാർജ് ചെയ്യാനായി അടുത്തുള്ള ചാർജിങ് സ്റ്റേഷൻ ഞങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുകയുണ്ടായി. കരുവാറ്റ ഇന്ത്യൻ ഓയിൽ പമ്പിന് സമീപം ഒരു ചാർജിങ് സ്റ്റേഷൻ കണ്ടു. ഞങ്ങൾ അവിടെ എത്തി. എല്ലായിടങ്ങളിലും ഉള്ളതുപോലെ ഏതെങ്കിലും ഒരു കടയുടെ സൈഡിൽ ഏതർ ഗ്രിഡ് കാണാം. അതുപോലെ ഒരെണ്ണം ആയിരിക്കുമെന്ന് കരുതി. മിക്കവാറും വണ്ടി ഗ്രിഡിൽ കുത്തിവെച്ചതിന് ശേഷം വണ്ടിയിൽ ചാരിയിരുന്ന് സമയം തള്ളി നിൽക്കാറാണ് പതിവ്. അറ്റ്ലീസ്റ്റ് ഇരിക്കാൻ പോലും ഒരു കസേര ഏതർ ഷോറൂമിൻ്റെ ഫ്രണ്ടിലുള്ള ഏതർ ഗ്രിഡുകളുടെ സമീപത്ത് പോലും ഉണ്ടാകാറില്ല. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഫെസിലിറ്റി കണ്ടപ്പോൾ ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഈ ചാർജിങ് സ്റ്റേഷനിൽ 4 വീലേഴ്സിന് വേണ്ടി 60 കിലോ വാട്ടിൻ്റെ 2 ഗണ്ണും 30 കിലോ വാട്ടിൻ്റെ 1 ഗണ്ണുമാണ് ഉള്ളത്. കൂടാതെ ഏതർ ചാർജ് ചെയ്യാനുള്ള ഒരു ഗ്രിഡും 3 വീലർ ചാർജ് ചെയ്യാനുള്ള ഒരു ഗ്രിഡും പിന്നെ സോക്കറ്റിൽ കുത്തി ചാർജ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഗ്രിഡുമാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം. ചാർജ് ചെയ്യാൻ വരുന്ന കസ്റ്റമേഴ്സിനെ കംഫർട്ടബിൾ ആക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. 4 ചൂരൽ കസേര, ഒരു ടീപ്പോയ്, വായിക്കാനുള്ള കുറച്ച് മാഗസീൻസും പത്രങ്ങളും, അതുകൂടാതെ കാറ്റുകൊണ്ട് നല്ല വിശ്രമിക്കാനുള്ള ഒരു ഫാനും അതുപോലെ തന്നെ മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള ഒരു സൗകര്യവും അവരെ പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ വൃത്തിയുള്ള ഒരു ബാത്റൂം ഫെസിലിറ്റിയും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ലേഡീസും കുട്ടികളുമായി വരുന്ന യാത്രക്കാർക്ക് അവരുടെ സൗകര്യാർത്ഥം റെസ്റ്റ് എടുക്കാനും അതുപോലെ ചാർജ് ചെയ്യാനുമുള്ള സൗകര്യമാണ് നമുക്കിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു റെസ്റ്റോറൻറ്റും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് ഇത് CCTV സർവിലിയൻസിൻ്റെ അണ്ടറിലായതുകൊണ്ട് ഇപ്പോൾ രാത്രിയൊക്കെയാണ് വരുന്നത്, ലേഡീസ് ഒറ്റയ്ക്കാണെങ്കിൽ പോലും CCTV സർവിലിയൻസിൻ്റെ അകത്താണ് എന്നുള്ള ഒരു ധൈര്യത്തിൽ നമുക്കവിടെ ഇരുന്ന് റീചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്ന് നമുക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം, നമുക്ക് നല്ലത് എന്ന് തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ രൂപേണ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു എന്നുള്ളൂ. വേണ്ടവർക്ക് അതെടുക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം.